Nomination. Nomination is a right given on the life insurance policyholder to appoint a person or persons to receive the policy money in the event of the policy becoming a claim by death. അതായത് നമുക്കറിയാം ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ പോളിസി എമൗണ്ട് കിട്ടുന്നത് പോളിസി ഹോൾഡർക്ക് ഡെത്ത് സംഭവിക്കുമ്പോഴാണ്. അപ്പോൾ ഈ പോളിസി എമൗണ്ട് റിസീവ് ചെയ്യാൻ വേണ്ടി പോളിസി ഹോൾഡർക്ക് മറ്റൊരാളെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളെ അപ്പോയിന്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു അപ്പോയിന്റ് ചെയ്യാനുള്ള റൈറ്റിനെയാണ് നോമിനേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ പോളിസി ഹോൾഡർ ആരെയാണോ അപ്പോയിന്റ് ചെയ്യുന്നത് അയാളെയാണ് നമ്മൾ നോമിനി എന്ന് പറയുന്നത്. ദ പേഴ്സൺ ഇൻ ഹൂസ് ഫേവർ ദാറ്റ് നോമിനേഷൻ ഈസ് എഫക്റ്റഡ് ഈസ് ടേംഡ് ആസ് നോമിനി. Okay. The next is assignment. Assignment of an insurance policy is a transfer or assignment of all rights, title and interest and liabilities of the insurance policy in favor of the assignee. അതായത് അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസ് പോളിസി നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതായത് അതിൻ്റെ റൈറ്റ്, ടൈറ്റില്, ലയബിലിറ്റീസ്, ഇൻട്രസ്റ്റ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യാം, ട്രാൻസ്ഫർ ചെയ്യാം. അതിനെയാണ് അസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആരാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവരെ നമ്മൾ അസൈനർ എന്ന് പറയും, അതായത് പോളിസി ഹോൾഡർ. ആർക്കാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവരെ നമ്മൾ അസൈനി എന്ന് പറയും. ദെൻ നമുക്ക് അസൈൻമെന്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: കണ്ടീഷണൽ അസൈൻമെന്റ് ആൻഡ് അബ്സല്യൂട്ട് അസൈൻമെന്റ്. കണ്ടീഷണൽ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടീഷണൽ അസൈൻമെന്റ് is where interest, right, title and liabilities on the policy are transferred to assignee on any condition. That is conditional assignment എന്ന് പറയുന്നത്. അതായത് ഇവിടെ അസൈൻമെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടെ പോളിസി ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തിൻ്റെങ്കിലും ഒരു കണ്ടീഷന്റെ ബേസിലാണെങ്കിൽ, ഏതെങ്കിലും ഒരു കണ്ടീഷന്റെ ബേസിലാണെങ്കിൽ അതിനെ കണ്ടീഷണൽ അസൈൻമെന്റ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഡെത്ത് ഓഫ് ദി പോളിസി ഹോൾഡർ. അതായത് പോളിസി ഹോൾഡർക്ക് ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ ആ ഒരു അസൈൻമെന്റ് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് ഇവിടെ ട്രാൻസ്ഫർ നടക്കുന്നത് ഒരു കണ്ടീഷന്റെ ബേസിലാണെങ്കിൽ അതിനെ കണ്ടീഷണൽ അസൈൻമെന്റ് എന്ന് പറയും. ദ നെക്സ്റ്റ് ഈസ് അബ്സല്യൂട്ട് അസൈൻമെന്റ്. അതായത് വിത്തൗട്ട് interest, right, title and liabilities of the policy are transferred to assignee without any reservation or condition. എന്തെങ്കിലും കണ്ടീഷന്റെ ബേസിൽ അല്ലാതെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് അബ്സല്യൂട്ട് അസൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മുകളിൽ നമ്മൾ പറഞ്ഞു കണ്ടീഷണൽ അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കണ്ടീഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈവന്റ് സംഭവിച്ചാൽ അതിന്റെ ബേസിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് കണ്ടീഷണൽ അസൈൻമെന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു കണ്ടീഷന്റെ ബേസിൽ അല്ലാതെ ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അബ്സല്യൂട്ട് അസൈൻമെന്റ് എന്ന് പറയും. ഓക്കെ. ദെൻ അബ്സല്യൂട്ട് അസൈൻമെന്റ് ഒരു ഫീച്ചർ ആണ്. ഇറ്റ് ഈസ് ഇർറിക്കവറബിൾ ആൻഡ് അസൈനർ ലോസ് ഓൾ റൈറ്റ്സ് ഇൻ ദ പോളിസി. അതായത് പോളിസി ഹോൾഡർ ഒരു പ്രാവശ്യം അത് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ പിന്നെ അത് ഒരിക്കലും എന്തല്ല തിരിച്ചെടുക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നതോട് കൂടെ അതിന്റെ റൈറ്റ്, ടൈറ്റിൽ, ഇൻട്രസ്റ്റ് എല്ലാം പോളിസി ഹോൾഡർക്ക് അല്ലെങ്കിൽ അസൈനർക്ക് എന്ത് ചെയ്യും, നഷ്ടപ്പെടും. നെക്സ്റ്റ് മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ അസൈനി ക്യാൻ ട്രാൻസ്ഫർ ദ പോളിസി ടു അനദർ വൺ. ഇവിടെ അസൈനിക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇൻഷുറൻസ് പോളിസി വീണ്ടും മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യാം, അതിനെ ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ഇതാണ് അബ്സല്യൂട്ട് അസൈൻമെന്റുമായി പറയാനുള്ളത്. The next area, claim. Claim എന്ന് പറഞ്ഞാൽ a claim is the payment made by the insurer to the insured on the occurrence of the event specified in the contract.
in return of the premium paid for the insurance. അതായത് ലോസ് അല്ലെങ്കിൽ ഡെത്ത് സംഭവിച്ചാൽ ഇൻഷുറർ ഇൻഷ്വേർഡിന് പേയ്മെന്റ് ചെയ്യുന്ന ഇൻഡംനിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പോളിസി എമൗണ്ടിനെയാണ് നമ്മൾ ക്ലെയിം എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ലോസ് നമ്മൾ പോളിസി ഇൻഷുറൻസ് പോളിസിയിൽ നമ്മൾ പറഞ്ഞ എന്തെങ്കിലും ലോസ് അല്ലെങ്കിൽ ഡെത്ത് ഒക്കെ സംഭവിച്ചാൽ അല്ലെങ്കിൽ മെച്യൂരിറ്റി പീരീഡ് ആയാൽ ഇൻഷുറർ ഇൻഷുർഡ് കൊടുക്കുന്ന ഇൻഡംനിറ്റി അല്ലെങ്കിൽ പോളിസി എമൗണ്ടിനെയാണ് നമ്മൾ ക്ലെയിം എന്ന് പറയുന്നത്. The next is warranties. According to Marine Insurance Act, a warranty is that by which the assured undertakes that some particular thing shall or shall not be done, or that some condition that fulfilled, or whereby he affirms or negative the existence of a particular state of facts. In simple, warranty or warranties are the statement according to which assured person promised to do or not to do a particular thing, or to fulfill or not to fulfill a certain condition. അതായത് ഇവിടെ assured person എന്താണ്, പ്രോമിസ് ചെയ്യാണ്, ഒരു കാര്യം ചെയ്യും അല്ലെങ്കിൽ ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഫുൾഫില്ല് ചെയ്യും അല്ലെങ്കിൽ ഫുൾഫില്ല് ചെയ്യില്ല. ഇങ്ങനത്തെ ഇത് പ്രോമിസ് ചെയ്യണം, കാര്യം ചെയ്യും അല്ലെങ്കിൽ ചെയ്യില്ല, അല്ലെങ്കിൽ കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യും ചെയ്യില്ല എന്ന് പ്രോമിസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ വാറന്റി എന്ന് പറയുന്നത്. നമുക്ക് വാറന്റിയെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: എക്സ്പ്രസ് വാറന്റീസ് ആൻഡ് ഇംപ്ലൈഡ് വാറന്റീസ്. ശ്രദ്ധിക്കുക, എക്സ്പ്രസ് വാറന്റീസ് എന്ന് പറഞ്ഞാൽ ദ കണ്ടീഷൻസ് ആർ മെൻഷൻഡ് ഇൻ ദ പോളിസി. നമ്മൾ മുകളിൽ പറഞ്ഞ കണ്ടീഷൻസ്, അതായത് നമ്മൾ മുകളിൽ പറഞ്ഞു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യും ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കണ്ടീഷൻസ് ഇൻഷുറൻസ് പോളിസിയിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അതിനെ എക്സ്പ്രസ് വാറന്റീസ് എന്ന് പറയും. ഇംപ്ലൈഡ് വാറന്റീസ് എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് പോളിസിയിൽ ഈ കണ്ടീഷൻ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ ഇംപ്ലൈഡ് വാറന്റീസ് എന്ന് പറയും. അതായത് ഇംപ്ലൈഡ് വാറന്റീസ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻസ് ആർ നോട്ട് മെൻഷൻഡ് ഇൻ ദ പോളിസി ബട്ട് ദ കണ്ടീഷൻസ് ആർ അണ്ടർസ്റ്റുഡ് ബൈ ദ പാർട്ടീസ് ടു ദി കോൺട്രാക്ട്. അതായത് ഇൻഷുറൻസ് പോളിസിയിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും കോൺട്രാക്റ്റിൽ, അതായത് ഇൻഷ്യൂർഡും ഇൻഷുററും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം എന്താണ് കണ്ടീഷൻ എന്ന്, കൃത്യമായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. Then IRDA, Insurance Regulatory and Development Authority. It is a apex statutory body for regulating insurance industry in India. It is established in 1999 by the Government of India to protect the interest of policyholder and development of insurance sector in India. അതായത് ഇന്ത്യയിലെ ഇൻഷുറൻസ് സെക്ടർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അതുപോലെ പോളിസി ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെൻറ് 1999 എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ബോഡിയാണ് IRDA. ഇപ്പോൾ ഇന്ത്യയിലെ ഇൻഷുറൻസ് ബിസിനസ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നത് IRDA ആണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടർ സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. The next is powers, functions and duties of IRDA. Then first one is registering and regulating insurance company. അതായത് ഇന്ത്യയിലെ പുതിയ ഇൻഷുറൻസ് കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത്, നിലവിലുള്ള കമ്പനീസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നതൊക്കെ IRDA ആണ്. Then protecting policy holders interest, അതായത് പോളിസി ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ്. ചില സമയങ്ങളിൽ പോളിസി ഹോൾഡേഴ്സ് ഇൻഷുറൻസ് കമ്പനീസിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടും. അതായത് ചില സമയങ്ങളിൽ എന്താണ്, കൃത്യമായിട്ടുള്ള ക്ലെയിം എമൗണ്ട് ഒന്നും ഇൻഷുറൻസ് കമ്പനി കൊടുക്കാൻ തയ്യാറാവില്ല. അപ്പോൾ ഇങ്ങനത്തെ സമയങ്ങളിലൊക്കെ IRDA ഇടപെട്ട്
പോളിസി ഹോൾഡറുടെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് ലൈസൻസിങ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് നോം ഫോർ ഇൻഷുറൻസ് ഇന്റർമീഡിയറീസ്. അതായത് ഇൻഷുറൻസ് ഇന്റർമീഡിയറീസിന് ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതുപോലെ നോംസ്, അതുപോലെ റൂൾസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഒക്കെ IRDA ആണ്. നെക്സ്റ്റ് പ്രൊമോട്ടിംഗ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഇൻ ഇൻഷുറൻസ്, അതായത് ഇൻഷുറൻസ് ബിസിനസ്സിലേക്ക് പുതിയ പ്രൊഫഷണൽ ആയിട്ട് ഓർഗനൈസേഷനൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് IRDA. നെക്സ്റ്റ് പവർ ഓർ നെക്സ്റ്റ് ഫംഗ്ഷൻ റെഗുലേറ്റിംഗ് ആൻഡ് ഓവർസീയിങ് പ്രീമിയം റേറ്റ്സ് ആൻഡ് ടേംസ് ഓഫ് നോൺ ലൈഫ് ഇൻഷുറൻസ് കവേഴ്സ്, അതായത് പ്രീമിയം, ഒരു പോളിസി ഹോൾഡർ എത്ര പ്രീമിയം എമൗണ്ട് അടക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നതും IRDA. നെക്സ്റ്റ് സ്പെസിഫൈയിങ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് നോംസ് ഓഫ് ഇൻഷുറൻസ് കമ്പനീസ്. അതുപോലെ ഫിനാൻഷ്യൽ റിപ്പോർട്ട്, എല്ലാ ഇൻഷുറൻസ് കമ്പനി ഫിനാൻഷ്യൽ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആ ഫിനാൻഷ്യൽ റിപ്പോർട്ടിൻ്റെ നോംസ്, റൂൾസ്, അതിൻ്റെ പ്രൊസീജിയറൊക്കെ തയ്യാറാക്കുന്നത് IRDA ആണ്. റെഗുലേറ്റിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് പോളിസി ഹോൾഡേഴ്സ് ഫണ്ട് ബൈ ഇൻഷുറൻസ് കമ്പനി. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഷുറൻസ് കമ്പനി പ്രീമിയമായി കിട്ടുന്ന എമൗണ്ട് മറ്റു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, ഇതിനെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ ഇന്ത്യയിൽ IRDA ആണ്. നെക്സ്റ്റ് ഇസ് റോൾ ഓഫ് IRDA. ഫസ്റ്റ് പോയിന്റ് ഇസ് IRDAI. IRDAI എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ടു എ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. അതായത് ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യണമെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് IRDA ആണ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ റിന്യൂവൽ, മോഡിഫിക്കേഷൻ, വിത്ഡ്രോവൽ, സസ്പെൻഷൻ ഓർ ക്യാൻസലേഷൻ ഓഫ് എ സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. നേരത്തെ പ്രൊവൈഡ് ചെയ്ത സർട്ടിഫിക്കേഷൻ ക്യാൻസൽ ചെയ്യാൻ, അതുപോലെ അതിന് മോഡിഫിക്കേഷൻ, റിന്യൂവൽ ചെയ്യാനുള്ളൊക്കെ പവർ ആർക്കാണ്, IRDAക്കാണ്. നെക്സ്റ്റ് ഇസ് ഫ്രെയിംസ് റെഗുലേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് പോളിസി ഹോൾഡേഴ്സ് ഇൻട്രസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, പോളിസി ഹോൾഡറുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് IRDA എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഫ്രെയിംസ്, റൂൾസ്, റെഗുലേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്, IRDA ആണ്. നെക്സ്റ്റ് ഇസ് ഇറ്റ് ഓഫർ പോളിസി ഹോൾഡേഴ്സ് റൈറ്റ് ടു വോയിസ് ദെയർ കംപ്ലൈൻറ്റ്സ് അഗെയിൻസ്റ്റ് ഇൻഷുറൻസ് ആൻഡ് ഇൻഷുറൻസ് കമ്പനീസ്. അതായത് നമ്മൾ പറഞ്ഞത്, ചില സമയങ്ങളിൽ എന്താണ്, ഇൻഷുറൻസ് കമ്പനി കൃത്യമായിട്ടുള്ള ക്ലെയിം അല്ലെങ്കിൽ ഇൻഡെംനിറ്റി എമൗണ്ട് പോളിസി ഹോൾഡർക്ക് കൊടുക്കില്ല. അപ്പോൾ അവരുടെ കംപ്ലൈൻറ്റിനൊക്കെ എന്താണ് സൊല്യൂഷൻ കണ്ടെത്തുന്നത് IRDA ആണ്. The IRDA set up the grievance redressal cell to take up complaints of the policy holders. അതായത് പോളിസി ഹോൾഡേഴ്സിൻ്റെ കംപ്ലൈൻസുകളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഗ്രീവൻസ് റിഡ്രസൽ സെല്ല് IRDA എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് പ്രൊമോട്ട് എഫിഷ്യൻസി ഇൻ ദ കണ്ടക്ട് ഓഫ് ഇൻഷുറൻസ് ബിസിനസ്. അതായത് ഇൻഷുറൻസ് ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ഇൻഷുറൻസ് സെക്ടറിൻ്റെ ഒരു എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് അവരതിൻ്റെ ഒരുപാട് റൂൾസ്, റെഗുലേഷൻസ്, കാര്യങ്ങളുണ്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇസ് ടു പ്രൊമോട്ട് ആൻഡ് റെഗുലേറ്റ് ആക്ടിവിറ്റീസ് ഓഫ് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ കണക്റ്റഡ് വിത്ത് ലൈഫ് ഇൻഷുറൻസ്. അതായത് ലൈഫ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതർ പ്രൊഫഷണൽ ഓർഗനൈസേഷൻസിലെ ആക്ടിവിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, അതിനെ കൺട്രോൾ ചെയ്യുന്നതൊക്കെ IRDA ആണ്. ഇറ്റ് ഈസ് റെഗുലേറ്റ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബൈ ഇൻഷുറൻസ് കമ്പനി. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്, ഇൻഷുറൻസ് കമ്പനി പ്രീമിയമായി കിട്ടുന്ന എമൗണ്ട് അതവർ മറ്റു ചാനലിൽ അവരെന്താണ് ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര എമൗണ്ട് അവർ സേവ് ചെയ്ത് വെക്കണം, ഇതൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്, IRDA ആണ്. നെക്സ്റ്റ് ഏരിയ ഇൻഷുറൻസ് ബിസിനസ് ഇൻ ഇന്ത്യ. The development and growth of insurance industry in India has gone through three distinct stages, such as formation of insurance industry in India, the second stage nationalization of the insurance business in India, then entry of private players. Then നോക്കാം, first one is formation of the insurance industry in India. ഇന്ത്യയിൽ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി
എസ്റ്റാബ്ലിഷ് ചെയ്തത് ബ്രിട്ടീഷുകാരാണ് 1818 ഓറിയന്റൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനി അവർ കൊൽക്കത്തയിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ഇൻ 1823 ബോംബെ ലൈഫ് അഷുറൻസ് കമ്പനിയും 1829 ഇക്വിറ്റബിൾ ലൈഫ് ഇൻഷുറൻസ് സൊസൈറ്റിയും എന്ത് ചെയ്തു, അവർ ബ്രിട്ടീഷുകാർ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇന്ത്യയുടെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞാൽ ബോംബെ മ്യൂച്വൽ ലൈഫ് അഷുറൻസ് സൊസൈറ്റി ഇൻ 1871 എസ്റ്റാബ്ലിഷ് ചെയ്ത ബോംബെ മ്യൂച്വൽ ലൈഫ് അഷുറൻസ് സൊസൈറ്റി ആണ് ഇന്ത്യയുടെ ആദ്യത്തെ ലൈഫ് ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ ഈ ഒരു ലൈഫ് ഇൻഷുറൻസ് കമ്പനി റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി 1912 ഇന്ത്യൻ ലൈഫ് അഷുറൻസ് കമ്പനീസ് ആക്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. ശ്രദ്ധിക്കുക, ജനറൽ ഇൻഷുറൻസിന്റെ കേസിൽ ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ ഇൻഷുറൻസ് കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തതും ബ്രിട്ടീഷുകാരാണ്. 1850 റിട്ടേൺ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് അവർ ചെയ്തു എസ്റ്റാബ്ലിഷ് ചെയ്തു. ഇന്ത്യയുടെ ആദ്യത്തെ ജനറൽ ഇൻഷുറൻസ് കമ്പനി ഇന്ത്യൻ മെർക്കന്റൈൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് ഇൻ ബോംബെ ഇൻ 1907 ബോംബെയിൽ ഇന്ത്യൻ മെർക്കന്റൈൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് എസ്റ്റാബ്ലിഷ് ചെയ്തു. Then second is nationalization of the insurance business in India. 1956 ഇന്ത്യയിലെ 245 ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് എന്ത് ചെയ്തു, നാഷണലൈസ് ചെയ്തു. 1973 ഇന്ത്യയിലെ ജനറൽ ഇൻഷുറൻസ് എന്ത് ചെയ്തു, ഇന്ത്യൻ ഗവൺമെന്റ് നാഷണലൈസ് ചെയ്തു. അതായത് അതിൻ്റെ എല്ലാ ഷെയർസും എന്ത് ചെയ്തു, ഇന്ത്യൻ ഗവൺമെന്റ് ഏറ്റെടുത്തു. Then next is entry of private players. എൻട്രി ഓഫ് പ്രൈവറ്റ് പ്ലേയേഴ്സ്, അതായത് LICയും GICയും എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടറിൽ അവരായിരുന്നു മൊണോപ്പൊളി. അതായത് ലൈഫ് ഇൻഷുറൻസ് സെക്ടറിൽ LICയും ജനറൽ ഇൻഷുറൻസ് സെക്ടറിൽ GICയും ആയിരുന്നു മൊണോപ്പൊളി. അങ്ങനെ 1999 ഇന്ത്യൻ എക്കോണമി ലിബറലൈസ് ചെയ്തു. അതായത് നിങ്ങൾക്കറിയാം LPG സിസ്റ്റം ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, അതുപോലെ ഗ്ലോബലൈസേഷൻ സിസ്റ്റം കൊണ്ടുവന്നു. അപ്പോൾ ഇന്ത്യയുടെ എക്കോണമി ഒരുപാട് ലിബറലൈസ് ചെയ്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസുകൾ എന്ത് ചെയ്തു, എടുത്തു കളഞ്ഞു. അതോടുകൂടി എന്ത് ചെയ്തു, ഇന്ത്യൻ ഇൻഷുറൻസ് സെക്ടറിലേക്ക് ഒരുപാട് പ്രൈവറ്റ് കമ്പനീസുകൾ എന്ത് ചെയ്തു, കടന്നു വന്നു. ഓക്കെ.